തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. അൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിൻ്റെ അതേ വലിപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, നേരത്തെ തന്നെ ഈ കുട്ടിയെ കടിച്ച പാമ്പിനെ വീട്ടിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു പാമ്പിൻ്റെ സാന്നിധ്യം കൂടി അവിടെ കണ്ടെത്തിയതായി അറിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? അനിലിന്റെ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ആൽജോ എന്ന 8 വയസ്സുകാരൻ മരണപ്പെടുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തില് ഫുഡ് പോയിസൺ ആണ് എന്നൊരു സംശയത്തിലായിരുന്നു വീട്ടുകാരുണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയിട്ടുള്ള ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ ഭക്ഷ്യവിഷബാധയല്ല, മറിച്ച് പാമ്പ് കടിയേറ്റിട്ടുള്ള മരണമാണെന്ന് കണ്ടെത്തിയത്. എന്നാലും അതിനുശേഷം വീട്ടിൽ നിന്നും ഈ വനം വകുപ്പും പഞ്ചായത്ത് അധികൃതരും പോലീസും ഒക്കെ നടത്തിയ പരിശോധനയിൽ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പിനെ, വളരെ ചെറിയ പാമ്പാണ്, അതിനെ കണ്ടെത്തിയിരുന്നു. അതിനെ വനം വകുപ്പ് അവിടുന്ന് പിടികൂടി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കുട്ടിയുടെ സംസ്കാരം അടക്കം നടത്തുന്നതിനുള്ള നടപടിയൊക്കെ ആരംഭിച്ചിരിക്കുന്നതിനിടയിലാണ് വീണ്ടും അതേ വലുപ്പത്തിലുള്ള ഒരു പാമ്പിനെ കുട്ടി കിടന്ന മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കുട്ടി കിടന്ന കട്ടിലിന്റെ തലയണയ്ക്ക് ഇടയിലായിരുന്നു ആദ്യത്തെ കിട്ടിയ പാമ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ആൽജോയിനെയും ഒപ്പം തന്നെ ആൽജോയുടെ സഹോദരനെയും ഈ പാമ്പ് കടിക്കുകയായിരുന്നു. അതിൽ ആൽജോയാണ് മരണപ്പെട്ടിട്ടുള്ളത്. സഹോദരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. വീട്ടിനുള്ളിൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഒരു പാമ്പിനെ കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. യെസ്, തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ആൽജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച സമയത്ത് വീടിനരികിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടിയെ കടിച്ച പാമ്പിൻ്റെ അതേ വലിപ്പത്തിലുള്ള പാമ്പിനെ തന്നെയാണ് കണ്ടെത്തിയത്. സാനുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.